तू गुनगुनाए मुस्कुराए छोटी मोटी बातों पे मुंह फुलाए ये नजाकत मेरी आदत पास मुझे लाए नादानियाँ Hi all, Assalamu alaikum. Welcome back to my YouTube channel, Afis New Vlogs. Vaseline Healthy Bright Gluta Dewy Radiance Serum in Lotion, non-sticky. Use every day after bath. അതായത് മോയ്സ്ചറൈസർ ഡെയിലി നമ്മൾ ഫേസിൽ മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ട ഒരു സ്കിൻ കെയർ റൂട്ടീൻ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ CTM, ക്ലെൻസ് ടോൺ മോയ്സ്ചറൈസർ. അതായത് നമ്മൾ ഡെയിലി നമ്മളെ സ്കിന്ന് നല്ല ബ്രൈറ്റനായിട്ട് ഡൾനെസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യണം. സ്റ്റെപ്പ് 1 ക്ലെൻസ്. അതായത് ക്ലെൻസ് കെയർ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ക്ലെൻസ് അതായത് ഇപ്പം മേക്കപ്പ് യൂസ് ആക്കുന്നെങ്കിൽ ബിഫോർ സ്കിൻ കെയർ ചെയ്യുന്നെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ടത് ക്ലെൻസിങ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പുറത്ത് പോയെങ്കിൽ ഡസ്റ്റ് ഡേർട്ടെല്ലാം നമ്മളെ ഫേസിലായിട്ടുണ്ടെങ്കിൽ ക്ലെൻസ് ആകുമ്പോൾ നമ്മുടെ ഫേസിലത്തെ എല്ലാ ഡസ്റ്റ് ഡേർട്ടെല്ലാം ഫുൾ ക്ലിയർ ആവും. അപ്പോൾ ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ സെക്കൻഡ് ടോണർ. അതായത് കുറേ ടൈപ്പ് ഓഫ് ടോണേഴ്സ് ഉണ്ട്. ടോണേഴ്സ് എല്ലാ സ്കിന്നിനും, ഏത് ടോണേഴ്സും എല്ലാ സ്കിന്നിനും റോസ് വാട്ടറിന് നമുക്ക് ടോണറായിട്ട് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ടോണിങ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ. ഇപ്പോൾ കുറേ ആൾക്കാരുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ഉണ്ടാവുമെങ്കിൽ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ യൂസ് ആക്കണം. ഡ്രൈ സ്കിന്നിലേക്ക് നമ്മൾ ഇപ്പോൾ യൂസ് ആക്കേണ്ടത് ഏത് ടൈപ്പ് എന്ന് പറഞ്ഞെങ്കിൽ തിക്കായിട്ടുള്ള ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ആക്കണം. മസ്റ്റായിട്ട് ഡ്രൈ സ്കിന്നിന് മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ടതാണ് മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ജെല്ലി ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഇത് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ ഡൾ സ്കിന്നുള്ള, അതായത് സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ആക്കിയിട്ട് നല്ല ഗ്ലോ എഫക്റ്റ് കിട്ടും സ്കിന്നിലേക്ക്. ഇത് ഇതിൻ്റെ യൂസസിൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇത് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവും. അതായത് കുറേ ടൈപ്പ് ഓഫ് സ്കിന്നുണ്ട്. അതായത് ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സ്കിൻസ് ഉണ്ട്. അതിൽ എല്ലാ സ്കിന്നിനും യൂസ് ആക്കാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണിത്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര ഗുഡ് സ്മെൽ. റേറ്റ് വരുന്നത് 3 to 5 അഫോർഡബിൾ റേറ്റാണ്. പിന്നെ സ്കിന്നിനെ ഭയങ്കര ഹെൽത്തി ആക്കും. അതായത് ഭയങ്കര ഡള്ളായിട്ടുള്ള സ്കിൻ, അതായത് ഇപ്പോൾ എന്നെ പോലെ പോഴ്സ്, പിന്നെ പിമ്പിൾസ്, ഭയങ്കര എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ സ്കിന്നിലേക്കാണ് ഏറ്റവും കൂടുതൽ പിമ്പിൾസ്, പോഴ്സ് എല്ലാം വരുന്നത്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിലേക്കും യൂസ് ആക്കാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ. ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ്. ടെക്സ്ചർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ജെല്ല് നമ്മളെ സ്കിന്നിനെ പെട്ടെന്ന് ഹൈഡ്രേറ്റ് ആക്കും. പിന്നെ നല്ലൊരു ഗ്ലോ തരും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. ഗൈസ്, ഞാൻ കുറച്ച് സ്കിന്നിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ആക്കല്ല, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ആക്കി തരാം. അതായത് കുറേ ടൈപ്പ് ഓഫ് സ്കിൻസ് ഉണ്ട്. ഡ്രൈ സ്കിൻ ഉണ്ട്, ഓയിൽ സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. അതായത് T സോൺ ഓയിലുള്ളത്, C സോൺ ഓയിലുള്ളത്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്സ് ഉണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആക്കി തരാം. അതായത് ഓയിൽ സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര T സോണും, അതായത് T സോൺ എന്ന് പറയുമ്പോൾ ഫോർഹെഡ്, നോസ്, ഈ ഒരു ഏരിയ T സോണിൽ ഭയങ്കര ഓയിൽ ഉണ്ടാവും, C സോണിലും ഭയങ്കര ഓയിൽ ഉണ്ടാവും. പക്ഷേ സ്കിൻ എപ്പോഴും ഭയങ്കര ഷൈനിങ് ഉണ്ടാവും. പിന്നെ പിമ്പിൾസ്, ആക്നീസ് എല്ലാം കൂടുതലുണ്ടാവും ഈ സ്കിന്നിൽ. ഓയിൽ ഗ്ലാൻസ് കൂടുതലായിട്ടുണ്ടാവും ഓയിൽ സ്കിന്നിൽ. അതായത് പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻ ആയെന്നെങ്കിൽ മോയ്സ്ചറൈസറാ സൺസ്ക്രീം ആയെന്നെങ്കിൽ അപ്ലൈ ആക്കിയിട്ട് ഒരു 10 to 15 മിനിറ്റ് പെട്ടെന്ന് ഫുൾ ഓയിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്കിന്നിലേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതായത് മസ്റ്റായിട്ട് ചെയ്യണം.
ദെൻ നെക്സ്റ്റ് ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ടി സോണും ഡ്രൈ ആയിരിക്കും, സി സോണും ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഓയിൽ ഗ്ലാൻസ് കുറവായി കയ്യിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. പിന്നെ സ്കിന്നെ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡ്രൈ ഫീൽ ആവും. അങ്ങനത്തെ സ്കിന്നിലേക്ക് എന്താക്കണം പറഞ്ഞാൽ നല്ല തിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, ക്രീമി ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ആക്കണം. പിന്നെ ഓയിൽ ഉണ്ടാകുന്നില്ല, ആൽമണ്ട് ഓയിൽ, പിന്നെ ഒലിവ് ഓയിൽ, അങ്ങനത്തെ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് എപ്പോഴും ഒരു വീക്ക്ലി 2 times മസാജ് ചെയ്യണം. മസാജ് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഡ്രൈ സ്കിന്നിലേക്ക്. പിന്നെ ഓയിൽ സ്കിന്നിലേക്ക് മസാജ് ചെയ്യാൻ പാടില്ല. പിന്നെ ഓയിലുള്ള എന്തും, അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് അതിൽ നോക്കിയിട്ട് എടുക്കണം. അതായത് അതിൽ സ്കിൻ ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ ആ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ആക്കണം. ദെൻ നെക്സ്റ്റ് നോർമൽ സ്കിൻ. നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടാവും. അതായത് കുറച്ചുമല്ല കൂടുതലുമല്ല ആ ടൈപ്പ് ഓഫ്. ടി സോണിൽ ഓയിൽ ഉണ്ടാവും, സി സോണിൽ ഡ്രൈ ആയിരിക്കും. ചിലപ്പോൾ ടി സോണിൽ ഡ്രൈ ആയിരിക്കും, സി സോൺ ഓയിലായിരിക്കും. അപ്പോൾ നോർമൽ സ്കിന്നിന് ജസ്റ്റ് എന്ത് പറയുന്ന ആയിട്ടുള്ള ക്രീം യൂസ് ആക്കിയാൽ മതി. പിന്നെ ടോണേഴ്സ് മസ്റ്റായിട്ട് യൂസ് ആക്കണം നോർമൽ സ്കിന്നിന്. കോമ്പിനേഷൻ സ്കിന്നിന് പറയുമ്പോൾ ടി സോൺ ഓയിലും സി സോൺ ഡ്രൈയും. ഈ സ്കിൻ ടൈപ്പ് ആണെങ്കിലും മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ടതാണ്. സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള CTMP, ക്ലെൻസ്, ടോൺ, മോയ്സ്ചറൈസർ, പ്രൈമർ വരുന്നത് മേക്കപ്പിൻ്റെ മുമ്പുള്ള സ്കിൻ കെയർ ചെയ്യുന്നത് CTMP വരുന്നത്. അല്ലാണ്ട് നോർമലി സ്കിൻ കെയർ ചെയ്യുന്നത് CTM. ഇത്രയും നമ്മൾ ഡെയിലി നമ്മൾ ഇത് ചെയ്തെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവും. ഡൾ സ്കിന്നെല്ലാം പെട്ടെന്ന് മാറിയിട്ട് നല്ലൊരു ഗ്ലോയി സ്കിന്നായിട്ട് ചേഞ്ച് ആവും. അതായത് പെട്ടെന്നൊന്നും നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. ഒരു 2 to 3 months നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. പിന്നെ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുമ്പോൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ആക്കുമ്പോൾ എപ്പോഴും എഫക്റ്റാണ്, പെട്ടെന്ന് എഫക്റ്റാണ് ഒരു സ്കിൻ. അതായത് ഇപ്പോൾ ഏതോ ടോണറാ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആകുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ യൂസ് ആക്കി അപ്പോൾ പെട്ടെന്ന് നെക്സ്റ്റ് തന്നെ ഫുള്ള് പിമ്പിൾസ്, ആക്നീസ് എല്ലാം ഫുള്ള് വരും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം പെട്ടെന്ന് വരുന്ന സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ അതിലേക്ക് എങ്ങനെ യൂസ് ആക്കണമെന്ന് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ ഒരു 10 minutes വെക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്കിന്ന് ചെക്കാക്കി നോക്കുക. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇടുമ്പോൾ ജസ്റ്റ് ഇടുമ്പോൾ ഇറിറ്റേഷൻ ആകുന്ന അങ്ങനെ സ്കിന്നിൽ നോക്കിയതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ആക്കുന്ന നമ്മൾ സ്കിൻ ടൈപ്പ് ചെയ്ത് ആ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ആക്കുക.